ഇറാനിൽ അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ മരണസംഖ്യ 1000 കടന്നു. കൊല്ലപ്പെട്ടവരിൽ 181 പേർ കുട്ടികൾ. തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. ഇറാനിൽ ഇസ്ഫഹാൻ, കോം, ഉർമിയ നഗരങ്ങളിൽ ബോംബാക്രമണം ഉണ്ടായതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാഖിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ടും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ലെബനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. മൗണ്ട് ലെബനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലെബനിലെ ബാൽബക്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും ഭൂരിഭാഗം പേർ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും വീണ്ടും ഈ ഒരു പശ്ചിമേഷ്യ അശാന്തമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ മരണസംഖ്യ 1000 കടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കൊല്ലപ്പെട്ടവരിൽ 181 പേർ കുട്ടികളാണ് എന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം. 1000 കടന്നിരിക്കുകയാണ് ഈ ഒരു മരണസംഖ്യ. ഇനിയും ഈ ഒരു ആക്രമണം മുന്നോട്ട് പോവുകയാണെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇറാനിൽ ഇസ്ഫഹാൻ, കോം, ഉർമിയ നഗരങ്ങളിൽ ബോംബാക്രമണം ഉണ്ടായതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാഖിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ടും ഇത്തരത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയുണ്ടായി. ലെബനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. മൗണ്ട് ലെബനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ലെബനിലെ ബാൽബക്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും ഭൂരിഭാഗം പേർ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്.